ാണോ? നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം എൻ്റെ മുമ്പിൽ കഴിഞ്ഞ ദിവസം വന്നു. ഒരമ്മയാണ്, നല്ല അവരെ കണ്ടാലറിയാം ഒരു കുലീനയായ ഒരു സ്ത്രീയാണ്. പക്ഷെ അവർ ദുഃഖാർത്ഥമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്നതാണെന്ന് മനസ്സിലാക്കി. അവരുടെ ഫലം നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ പറയുന്നത് ഒരു കാലത്ത് ഒരു ദേശത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നടുക്കിയ ഒരു വലിയ വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന്. അതിൻ്റെ കുറേ സിംറ്റംസ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു വിഷയമാണ്. രാജാവിനെതിരായിട്ട് നിന്ന ഒരാളുടെ കുടുംബം നശിച്ചു പോകും. കാരണം യോദ്ധാക്കളെ വെട്ടിക്കൊല്ലുകയും കാര്യസ്ഥനെ വെട്ടിക്കൊല്ലുകയും മരുമക്കത്തായ നിലനിൽക്കുന്ന കാലമായതുകൊണ്ട് പിന്നെ അവിടുത്തെ അമ്മ 13 വയസ്സുള്ള കുട്ടിയെ വെട്ടിക്കൊന്നിട്ട് ആത്മഹത്യ ചെയ്യും. ബാക്കിയുള്ളവരൊക്കെ പിടിച്ച് മുക്കുവന്മാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് നിധി എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കാര്യസ്ഥനെ കൊല്ലുകയും ആ പ്രമാണിയെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ തറവാട് നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ആ തലമുറകൾ ഇങ്ങോട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില വിഷയങ്ങളാണ്. അപ്പോൾ ആ സ്ഥലം ആദ്യം ഒരു സായിപ്പ് മേടിച്ചു. സായിപ്പിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പ്രമാണി മേടിച്ചു. ഇവർക്ക് ആർക്കും അവിടെ താമസിക്കാൻ പറ്റില്ല. രാത്രിയാകുമ്പം ഭയങ്കര ചലനങ്ങളും വിഷയങ്ങളും ഒക്കെയാണ്. ശബ്ദങ്ങൾ കേൾക്കുക, ചങ്ങല വലിക്കുന്ന കേൾക്കുക, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഒരു ദേവിയുടെ ഭദ്രകാളിയുടെ ഒരു ക്ഷേത്ര സംവിധാനം ഉണ്ടായിരുന്നു, ഒരു കുളമുണ്ടായിരുന്നു, കാവുണ്ടായിരുന്നു, ആയുധപ്പുര ഉണ്ടായിരുന്നു. ഇതൊക്കെ ചരിത്രമാണ്. ചരിത്രത്തിൽ നിന്ന് നമ്മൾ മാറി വരുമ്പോൾ നമ്മൾ നിലവിൽ അവിടെ നിലനിൽക്കുന്നവരുടെ അവസ്ഥയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രമാണി അദ്ദേഹം അത് മേടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവർക്കാർക്കും അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മറ്റൊരാൾ മേടിച്ചു. ആ മേടിച്ച ആൾ ദൈവവിശ്വാസമൊന്നുമില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. കാരണം തൻ്റെ വിശ്വാസ പ്രമാണങ്ങളിലും കർമ്മങ്ങളിലുമൊക്കെ വിശ്വസിക്കുന്നവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റല്ല, അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹം മേടിച്ചു കഴിഞ്ഞ് ഇതേ രീതി ആ കുളം അങ്ങ് അവിടെ ഉണ്ടായിരുന്ന കുളം, അവിടെ നാഗങ്ങളെല്ലാം കുളത്തിനകത്തിട്ട് അങ്ങ് നികത്തി. ആ കുളം അങ്ങ് നികത്തി. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം നശിപ്പിച്ചു. വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇതെല്ലാം കൊണ്ടുവന്ന് വേറൊരു ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു. ഈ ഭദ്രകാളി നിന്നിരുന്ന കൊടിമരം അവിടെ കിടപ്പുണ്ടായിരുന്നു. എന്തായാലും 7-8 വർഷം ഇദ്ദേഹത്തിന് 2 മക്കളുണ്ടായി. ഇത് 7-8 വർഷം ഇദ്ദേഹം കിടക്കയിലായിരുന്നു. ക്യാൻസർ ബാധിച്ച് വളരെ കാലം കിടന്നു. അപ്പോൾ കിടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ കിടക്കുമ്പോൾ ചില കുപ്പിവള കിലുങ്ങുന്ന ശബ്ദം കേൾക്കുക, ചില അദൃശ്യ സാന്നിധ്യങ്ങൾ കേൾക്കുക, കാണുക എന്നൊക്കെയുള്ള വിഷയം. അപ്പോൾ ഈ കിടക്കുന്ന ആളിങ്ങനെ നോക്കും, ആരോ മുറിയിൽ വന്നതുപോലെയൊക്കെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് ഈ അമ്മ പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞു ഒരു സംഭവം എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. കാരണം അമ്മ ഒരു ദിവസം ഇങ്ങനെ കിടക്കുമ്പോൾ അമ്മയുടെ മുറിയിലേക്ക് ഒരു പെൺകുട്ടി വരികയാണ്. ഒരു 10-13 വയസ്സുള്ള പട്ടുപാവാട എടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി വളയൊക്കെ ഇട്ടൊരു പെൺകുട്ടി വന്നു. മുറിയിലേക്ക് കടന്നു വരുന്ന കാണുവാണ് അമ്മ. സ്വപ്ന ദർശനമല്ല, അത് ശരിക്കും ആ സ്വപ്നാവസ്ഥയിലുണ്ടാകുന്ന ദർശനം തന്നെയാണ്, വെറുതെ ദർശനമല്ല. ഇത് യഥാർത്ഥത്തിൽ റിയലായിട്ട് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ കുട്ടി വന്ന് ഇവർ ചാടി എഴുന്നേറ്റ് അപ്പോൾ ഇവിടെ ചിരിച്ചു. എഴുന്നേറ്റ് സ്വിച്ച് ഇട്ടപ്പോൾ ലൈറ്റ് കത്തുന്നില്ല, ഇരുട്ടിലും അവൾ ചിരിച്ചു. ഒരു ലൈറ്റ് ഇടുന്നോ എന്ന് ചോദിച്ച് ചിരിച്ചു. അപ്പോൾ നേരിൽ കണ്ട ഒരു കാര്യം അമ്മ എന്നോട് പറയുവാണ്. പിന്നെ പലരും കണ്ടിട്ടുണ്ട്. അവിടെ ഒരു നിധി ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ കൃഷിപ്പണി ചെയ്തിരുന്നവർ അതിലെന്തോ സംഭവങ്ങൾ കിട്ടി, അതുകൊണ്ടൊന്ന് വിറ്റു, ആ കുടുംബവും നശിച്ചു പോയി. ഞാൻ പറയുന്നത് നമ്മൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, ജീവിതത്തിൽ പിന്നുണ്ടാക്കുന്ന ആഘാതങ്ങൾ, അവിടെ വസിക്കുന്നവരുടെ ആഘാതങ്ങൾ, അവരുടെ സമാധാനമില്ലായ്മ, കുടുംബത്തിന് സർവനാശം സംഭവിക്കുക, മനോദുഃഖം വരിക, സമാധാനവും ശാന്തി ഇല്ലാതെ വരിക, ഇതൊക്കെ തന്നെ ഞാനിത് പറയുന്നതിനൊരു കാരണം, നമ്മളൊരു സ്ഥലം മേടിക്കുമ്പോൾ ആ സ്ഥലത്തിലുള്ള നോക്കുന്നത് നാഗലക്ഷണം നോക്കണം, ശ്മശാന ലക്ഷണം നോക്കണം. വീട് വയ്ക്കുന്ന വാസ്തുവല്ല നോക്കുന്നത്, ആ ഭൂമിയുടെ അടിത്തട്ടിൽ എന്താണുള്ളത്. കമ്പലനാഗത്തിൻ്റെ സാന്നിധ്യമാണ് പരശുരാമൻ നാഗങ്ങൾക്ക് പതിച്ചു കൊടുത്ത ഈ ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്കുള്ള ദോഷങ്ങൾ അങ്ങനെയാണ് നോക്കുന്നത്. അല്ലാതെ ഭൂമിയുടെ കിടപ്പ് മാത്രമല്ല നോക്കുന്നതാണ് ഈ വാസ്തുവിനെക്കുറിച്ച് പറയുന്നതോട് എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ പോകുന്നുണ്ട്, എനിക്ക് പോകണം എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത്. അതുകൊണ്ട് ഭൂമി സംബന്ധമായ വിഷയങ്ങൾ വീട് വെച്ചിട്ട്
ഉണ്ടാകാവുന്ന ദോഷങ്ങളല്ല. വീട് വയ്ക്കുന്നതിന് മുമ്പ് ഭൂമിയിലെ ദോഷങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമസ്കാരം.